മക്കളെ, വളരെ വേദനാജനകമായ ഒരു സിറ്റുവേഷനിലൂടെയാണ് സഭ ഈ ദിവസങ്ങളിൽ കടന്നു പോകുന്നത്. സഹോദരിമാർക്ക് ചർച്ചിൽ പോകാൻ പോലും പറ്റാത്ത അവസ്ഥയിലൂടെ പോകുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ മെസ്സേജ്. എല്ലാവരും തെറ്റുകാരാണെന്ന് ഞാൻ പറയുന്നില്ല. അനേകർ ഈ ദിവസങ്ങളിൽ പ്രതികൂലമായ സാഹചര്യങ്ങളിലൂടെ ദൈവദാസന്മാരാൽ മുറിവേൽക്കപ്പെടുകയും ശാരീരികവും മാനസികവുമായി മുറിവേൽക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ മെസ്സേജ്. ലൂക്കോസ് വിശേഷത്തിൻ്റെ 5-ാം അധ്യായത്തിൽ പറയുന്നു, സൗഖ്യമാക്കുവാൻ കർത്താവിൻ്റെ ശക്തി നമ്മോട് കൂടെയുണ്ട്. നിങ്ങളുടെ ആന്തരിക സൗഖ്യമാണ് ദൈവം ഇന്ന് തരുവാൻ ആഗ്രഹിക്കുന്നത്. ദൈവദാസന്മാരാൽ നിങ്ങൾ മാനസികമായോ ശാരീരികമായോ പീഡനത്തിലോ മുറിവേൽക്കപ്പെടുകയോ അവരുടെ വാക്കുകളിലൂടെ നിങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ മെസ്സേജ്. അനേക സഹോദരിമാർ ഈ 17 വർഷമായിട്ടുള്ള ജേർണിയിൽ ഈ ദിവസങ്ങളിൽ അങ്ങനെയുള്ള സഹോദരിമാരെ പ്രത്യേകമായി റെസ്ക്യൂ ചെയ്യുവാനായി ദൈവം എന്നെ ആക്കിയിരിക്കുന്നതാണെന്ന് എനിക്ക് ബോധ്യം വന്നത് ഇന്നലെയാണ്. കാരണം അനേക സഹോദരിമാർ ഇതുപോലുള്ള അവസ്ഥകളിലൂടെ കടന്നു പോകുന്നവരുണ്ട്. പക്ഷേ നമ്മളൊക്കെയും വീണ്ടും നമ്മൾ ദേവദാസന്മാരെ നാണം കെടുത്തുന്നതാണല്ലോ. ഈ പേര് പറയുമ്പോൾ തന്നെ ബുദ്ധിമുട്ട് വരുന്നുണ്ട്. കാരണം അനേകർ പറയാറുണ്ട്. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ കടന്നു പോകുന്നവരെ റെസ്ക്യൂ ചെയ്യുവാനായി ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് വേണ്ടിയാണ്. നിങ്ങൾ അങ്ങനെ ആരെങ്കിലും കടന്നു പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട. ഗോഡ് ഹാസ് എ ഗ്രേറ്റ് പ്ലാൻ അബൌട്ട് യു. കാരണം ഒരുവൻ്റെ ഫലം ഉണ്ടെന്ന് കാണുമ്പോൾ ദൈവം അവനെ ഉപയോഗിക്കുമെന്നറിയുമ്പോൾ പല തന്ത്രങ്ങളിലൂടെ അവരുടെ ജഡം ബലഹീനമാകുന്നതാണ്. പ്രത്യേകിച്ച് ദേവദാസന്മാർ ഒന്നുകിൽ അവർ ബൈബിൾ കോളേജിൽ പഠിച്ച ദേവദാസന്മാരായിരിക്കാം, അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് വീട്ടിൽ നിന്നും അങ്ങനെ ഒരു കോളിങ്ങിലേക്ക് വന്നതായിരിക്കാം. പക്ഷേ എങ്ങനെ തന്നെ ആയാലും ദൈവദാസന്മാർ ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ജഡത്തെ മരിപ്പിക്കുന്നില്ലെങ്കിൽ, ആ ദൈവസ്നേഹത്തിലേക്ക് നിങ്ങൾ നിറഞ്ഞു നിൽക്കുന്നില്ല എങ്കിൽ, ഡെയിലി നിങ്ങളുടെ ജഡത്തെ മരിപ്പിക്കുന്നില്ലെങ്കിൽ, നിങ്ങൾക്കൊരു സഹോദരിയോ സഹോദരനെയോ കാണുമ്പോൾ നിങ്ങളുടെ ഫ്ലഷ് ബലഹീനമാകാൻ സാധ്യതയുണ്ട്. അനേകരുടെ അനുഭവങ്ങളാണ് പറയുന്നത്. ഒരു സൂം മീറ്റിങ്ങിൽ പോയാലും എവിടെ പോയാലും കണ്ണിലേക്ക് നോക്കുമ്പോൾ വല്ലാത്തൊരു ബുദ്ധിമുട്ട്, ആ ദൈവ സാന്നിധ്യം നഷ്ടപ്പെടുകയാണ്. കാരണം അവരുടെ പ്രാർത്ഥനാ ജീവിതം നഷ്ടപ്പെടുന്നു. ഉപായത്താൽ വശീകരിക്കപ്പെടുകയാണ് സ്ത്രീകളും പുരുഷന്മാരും. അങ്ങനെയുള്ള നമ്മുടെ ഈ അവസ്ഥയിൽ യോബിൻ്റെ പുസ്തകം 14-ാം അധ്യായത്തിൽ പറയുന്നു, there is a hope. If there is a hope of a tree, if it put cut down, that it will sprout again. ഒരു വൃക്ഷമായാൽ പ്രത്യാശയുണ്ട്, അതിനെ വെട്ടിക്കളഞ്ഞാലും അത് കിളിർത്തു വരും. ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവപൈതലേ, നീ മുറിഞ്ഞിരിക്കുന്നതായിരിക്കാം. നിൻ്റെ ഹൃദയത്തിൽ ഏറ്റവും കൂടുതൽ വളർത്തേണ്ടവർ തന്നെ തളർത്തിയതായിരിക്കാം. പക്ഷേ സാരമില്ല, ദൈവം നമ്മുടെ ഹൃദയത്തെ അറിയുന്നു. അപ്പൻ നമുക്ക് ഫ്രീ ആയിട്ട് രക്ഷ തന്നെങ്കിൽ, തൻ്റെ പുത്രനെ തകർക്കുവാൻ ദൈവത്തിന് ഇഷ്ടം തോന്നിയെങ്കിൽ, നമ്മളെയൊക്കെയും ചിലപ്പോൾ തകർക്കുന്നത് നമ്മുടെ സാക്ഷ്യം മറ്റൊരാൾക്ക് ഒരു ചവിട്ടുപടിയാകാൻ വേണ്ടിയിട്ടാണ്. നമ്മളെ ഓരോ പ്രശ്നത്തിലൂടെയും കടത്തി വിടുന്നുവെങ്കിൽ ആ പ്രശ്നങ്ങളെ നമ്മൾ ജയിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം നമുക്ക് രക്ഷയെ തന്നത് കർത്താവാണ്. ആ കർത്താവിലൂടെ പിതാവിലേക്ക് നോക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഇന്ന് നമ്മൾ ചെയ്യേണ്ടത് ഈ വിഷയങ്ങളിലേക്ക് ഇവരിലേക്കുള്ള ആശ്രയം ഒന്ന് മാറ്റിയിട്ട് നിങ്ങൾ ദൈവത്തിലേക്കും പരിശുദ്ധാത്മാവിലും ഒന്ന് ആശ്രയിക്കാനായിട്ട് നിങ്ങളെ തന്നെ വിട്ടുകൊടുക്കുക. നിങ്ങളുടെ പേഴ്സണൽ പ്രെയർ ഇമ്പോർട്ടൻ്റ് ആണ്. പിതാവിനോട് ചേർന്ന് നിങ്ങളുടെ ഉള്ളത്തിൽ വിട്ട് ആ വിത്തുണ്ടല്ലോ, നിങ്ങൾക്ക് പുതിയ ജീവൻ തന്ന ആ വിത്ത് വളരണമെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങളുടെ അനുഭവങ്ങൾ നിങ്ങളെ ദൈവത്തോട് അടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. എത്ര പേർക്ക് ആമേൻ പറയാൻ പറ്റും? നമ്മളിൽ ചിലർ വിഷമങ്ങൾ ഇങ്ങനെ ബുദ്ധിമുട്ടായതുകൊണ്ട് ദൈവത്തെ പോലും സംശയിക്കുകയും മറക്കുകയും ദൈവത്തിൽ നിന്ന് വിട്ടോടിപ്പോകുന്ന ജനത്തെയാണ് കാണുന്നത്. അതുകൊണ്ടാണ് യൂദായുടെ ലേഖനത്തിൽ രക്ഷയെക്കുറിച്ച് എഴുതുന്നതിന് കൂടുതലായിട്ട് ഇമ്പോർട്ടൻ്റ് വെളിപ്പാട് പുസ്തകത്തിന് മുമ്പ് എഴുതിയിരിക്കുന്നത് ഈ രക്ഷയിലേക്ക് വന്നവരെക്കുറിച്ചാണ്. അവരെക്കുറിച്ച് ഒരു ചാപ്റ്ററേ ഉള്ളൂ, അതിനകത്ത് വളരെ ആഴത്തിൽ പറയുന്നുണ്ട്. വെള്ളമില്ലാത്ത മേഘങ്ങളെപ്പോലെ ഇവർ വരും. കള്ള അപ്പോസ്തലന്മാരെ കണ്ടുപിടിച്ചെന്ന് വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നു. നെവർ ഗിവ് അപ്പ്. ഈ ദിവസങ്ങളെല്ലാം വരും. ഭക്തി കെട്ടവർ വരും. നിനക്ക് കോളിംഗ് ഉള്ളതുകൊണ്ടാണ്, നിനക്ക് വിളിയും തിരഞ്ഞെടുപ്പും ഉള്ളതുകൊണ്ടാണ്. നമ്മൾ എപ്പോഴാണോ ഒന്ന് ബലഹീനമായിരിക്കുന്നത്, ആ ബലഹീനതയെ ആണ് ഇവർ കൈയടക്കാൻ ശ്രമിക്കുന്നത്. ചിലപ്പോൾ നമ്മുടെ സൗന്ദര്യത്തെ, ചിലപ്പോൾ നമ്മൾ ഏതെങ്കിലും വിഷയത്തിൽ ഒന്ന് ബലഹീനമായ ജീവിതാവസ്ഥയായിരിക്കാം. അവിടെയാണ് ഇവരെ മിസ്യൂസ് ചെയ്യാനായിട്ട് പിശാച് അവരെ ഉപയോഗിക്കുന്നത്. അവരും ബലഹീനരായതുകൊണ്ടാണ്.
അതുകൊണ്ട് പ്രിയ ദേവദാസന്മാരെ, നിങ്ങൾ വചനത്തിൽ ഉറയ്ക്കുക, ദൈവഭയം നിങ്ങളിൽ ഉണ്ടാകട്ടെ. കാരണം നമ്മളെല്ലാം കണക്ക് ബോധിപ്പിക്കേണ്ട ഒരു സമയമുണ്ടെന്ന് മറന്നു പോകരുത്. കർത്താവ് വിശ്വസ്തനാണ്, അവൻ്റെ വചനത്തിന് ഒരു മാറ്റവുമില്ല. ഈ ആകാശവും ഭൂമിയും മാറിപ്പോകും, ദൈവത്തിൻ്റെ വചനം മാറിപ്പോകുകയില്ല. അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട്, ഈ ദിവസങ്ങളിൽ നമ്മൾ നമ്പരും എത്ര പ്രാവശ്യം നോക്കി എത്ര പ്രാവശ്യം ചിരിച്ചു, ഇതല്ല പാസ്റ്റേഴ്സ് പറയേണ്ടത്. ഇത് പഠിപ്പിക്കേണ്ട സമയം കഴിഞ്ഞു. ഇനി പിതാവിൻ്റെ മനസ്സറിഞ്ഞിട്ട്, ഇപ്പം യേശു കർത്താവിൻ്റെ തലയിൽ തൈലം ഒഴിച്ച ഒരു സ്ത്രീയെക്കുറിച്ച് ഒരു ദേവദാസൻ പറയുന്നത് കേട്ടു. ആ പോയിന്റുകൾ പറഞ്ഞു, എത്ര പ്രാവശ്യം നുള്ളി, എത്ര പ്രാവശ്യം നിന്നു, ഏത് മറിയ. ഇതല്ല ചോദ്യം. ഒരു സ്ത്രീയാണ് അവിടെ ഇമ്പോർട്ടൻ്റ്. അവളുടെ പേര് കൊടുക്കാൻ അതുകൊണ്ടാണ് ഹൂ അവർ ദ വുമൻ. ആ സ്ത്രീ ചെയ്തതും ഇനി വരാനിരിക്കുന്ന മുഴുവൻ സുവിശേഷം അറിയിക്കുന്നത് ഇവളെക്കുറിച്ച് പറയുന്നത്. ഇവൾ എന്നതൊരു പ്രത്യേകതയാണ്. ഇവളെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ അവളെക്കൊണ്ട് യേശു കർത്താവ് ശവസംസ്കാര ശുശ്രൂഷ ചെയ്തെന്ന് ദേവദാസന്മാർ പറയത്തില്ല. ഒഴിച്ചു, പോയി, ഇതൊക്കെ പറയത്തുള്ളൂ. എത്ര പ്രാവശ്യം, എത്ര നമ്പർ, എത്ര കാര്യങ്ങൾ, എന്ത്. ദേവദാസന്മാരെ, നിങ്ങൾ ബൈബിൾ കോളേജിൽ പഠിച്ചതുകൊണ്ടാണ്, പിതാവിനോട് ചേർന്നിരുന്ന അനുഭവത്തിലൂടെ നിങ്ങൾ പഠിച്ചിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് അവൻ്റെ ഹൃദയം പൊഴിച്ചു തരുമായിരുന്നു ദൈവം. അടുത്ത് ചെല്ലുമ്പോഴേ അത് പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് സ്ത്രീകളെ ഈ ദിവസങ്ങളിൽ ദൈവം എഴുന്നേൽപ്പിക്കുന്നത്. അങ്ങനെ മുറിവേറ്റിരിക്കുന്ന നിങ്ങൾ സഹോദരിമാരാണെങ്കിൽ, നിങ്ങൾ മനുഷ്യരാണിവരെല്ലാം. മനുഷ്യരെക്കാൾ നിങ്ങൾ ഭയക്കേണ്ടതും നിങ്ങൾ സ്നേഹിക്കേണ്ടതും ദൈവത്തെയാണ്. പ്രിയ സഹോദരിമാരെ, നിങ്ങൾ ചിലപ്പോൾ കരയുന്ന വ്യക്തിയായിരിക്കും ഇങ്ങനെയുള്ള അവസ്ഥകൾ കാരണം. നിങ്ങൾ വിശ്വസിച്ചവർ, നിങ്ങൾ ട്രസ്റ്റ് ചെയ്തവർ, നിങ്ങൾ കൊടുത്തവർ, നിങ്ങളിൽ നിന്ന് വാങ്ങിയവർ നിങ്ങളെ മിസ്യൂസ് ചെയ്തായിരിക്കാം. നിങ്ങളെ നിരാശപ്പെടുത്തുന്നതായിരിക്കാം ദൈവദാസന്മാർ. പക്ഷേ കർത്താവ് നിങ്ങളെ ഒരിക്കലും നിരാശപ്പെടുത്തത്തില്ല. നിങ്ങൾ ഉയരത്തിലേക്ക് നോക്കുവാൻ തുടങ്ങുക. നിങ്ങളുടെ വിശ്വാസം തകർന്നിരിക്കുകയാണോ? നിങ്ങളിൽ പലരും പറയുമായിരിക്കും, എൻ്റെ ഹൃദയത്തിൽ അനേക ചോദ്യങ്ങളുള്ള, അതിൻ്റെയൊക്കെ ഉത്തരം എനിക്ക് കിട്ടുന്നില്ലെന്ന്. നമ്മൾ മനുഷ്യരിൽ ആശ്രയിച്ചതുകൊണ്ടാണ്. ദൈവത്തിലാണ് നമ്മൾ ആശ്രയിക്കേണ്ടത്. നമ്മുടെ ഉള്ളത്തിൽ സ്നാനപ്പെടുമ്പോൾ ഇട്ട ഒരു വിത്തുണ്ട്, അത് വളരണം, അതിൽ ബലമുണ്ടാകണം. അനുഭവങ്ങളൊക്കെ വരും, കാലാളുകളുടെ കൂടെയൊക്കെ ഓടേണ്ടി വരും. പക്ഷെ നമ്മൾ യോർദാനിൽ വരുമ്പോൾ ഭയക്കാൻ പാടില്ല. ഹല്ലേലൂയ. നെവർ ഗീവ് അപ്പ്. യോബിൻ്റെ ജീവിതത്തിലും എല്ലാം തകർന്നു, നഷ്ടപ്പെട്ടു. ഞാൻ ഇങ്ങനെ വായിച്ചപ്പോൾ നോക്കിയാണ് യോബിൻ്റെ പുസ്തകം 13, 14 ദിവസം നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുന്നത്. അതിനെ കണക്ട് ചെയ്ത് ഈ കാര്യം പറയുന്നത് 13-ാമത്തെ അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിൽ പറഞ്ഞു, അവൻ എന്നെ കൊന്നാലും ഞാൻ അവനെ തന്നെ കാത്തിരിക്കും, ഞാൻ എൻ്റെ നടപ്പ് അവൻ്റെ മുമ്പാകെ തെളിയിക്കും. നമ്മൾ ഇവരുടെ പുറകെ പോയിട്ടോ കേസ് കൊടുത്തിട്ടോ മറ്റുള്ളവരോട് പറഞ്ഞിട്ടോ ഒന്നും കാര്യമില്ല. ഒന്നുകിൽ ഇവരെ ബ്ലോക്ക് ചെയ്ത് വെക്കുക, എന്നിട്ട് നമ്മൾ ദൈവസന്നിധിയിലിരിക്കുക. എങ്ങും പോകാൻ പറ്റുന്നില്ലയോ, ദൈവസന്നിധിയിലിരിക്കുക. അങ്ങനെയുള്ള അനേക സഹോദരിമാരാണ് നമ്മുടെ സൂമിൽ ജോയിൻ ചെയ്യുന്നത്. കാരണം എങ്ങും പോകാൻ പറ്റുന്നില്ല അവർക്ക്. അവർ ഹൃദയം തകർന്നിരിക്കുകയാണ്. ചിലപ്പോൾ ഒറ്റപ്പെടലായിരിക്കാം, വീട്ടിലൊറ്റപ്പെട്ട അവസ്ഥയായിരിക്കാം, വീട്ടിൽ ആരുമില്ലായിരിക്കാം വേറെ വിശ്വാസികളായിട്ട്. ഹല്ലേലൂയ. യോബിൻ്റെ ജീവിതത്തിൽ ഇത് തന്നെ പറയുന്നത്, എന്നെ കൊന്നാലും, ദൈവം കൊന്നാൽ പോലും ഞാൻ അവനെ കാത്തിരിക്കുമെന്നാണ്. നമ്മളെ കാത്തിരിക്കാൻ പഠിപ്പിക്കുകയാണ്. ശൂലേം കാരുത്തി ഉത്തമഗീതത്തിൽ കാത്തിരിക്കുന്നത് പോലെ. ഇവരൊക്കെ പരാജയപ്പെടുത്തും നമ്മളെ ഇവർ വേദനിപ്പിക്കും. പക്ഷെ കർത്താവ് പരാജയപ്പെട്ടിട്ടില്ല. കർത്താവ് എന്നും നമ്മുടെ കൂടെയുണ്ട്. ഞാനോ ലോക അവസാനത്തോളം നിന്നോട് കൂടെയുണ്ടെന്നാണ് പറഞ്ഞത്. ഒരു കുഞ്ഞ് സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് വഴിയിൽ വെച്ച് ഒരു ചെറിയ കല്ലിൽ തട്ടി വീണ്. കുഞ്ഞിന് ഒത്തിരി വിഷമമുണ്ടായി. അവളുടെ വീണ സമയത്ത് അവളുടെ ഡ്രസ്സൊക്കെ അഴുക്കായി. അവൾക്ക് ആ വഴിയിലൂടെ പിന്നെ സ്കൂളിൽ എത്തുന്നത് വരെയും കുട്ടികൾ കളിയാക്കി അവളെ. ഒത്തിരി വേദന അവൾ അനുഭവിച്ചു ആ ഒരു വീഴ്ചയിൽ. അവൾ വീട്ടിൽ വന്നിട്ട് അമ്മയോടും അപ്പനോടും പറഞ്ഞു, ഇനി ഒരിക്കലും ഞാൻ സ്കൂളിൽ പോകത്തില്ല. പക്ഷേ വിസ്റ്റമുള്ള അമ്മ ചോദിച്ചു, നിന്നെ വീഴിച്ചത് സ്കൂളുകാരാണോ, അതോ സ്കൂളാണോ, ടീച്ചേഴ്സാണോ, അതോ വഴിയിലെ കല്ലാണോ? അപ്പോൾ അവൾ പറഞ്ഞു, കല്ലാണ് എന്നെ വീഴിച്ചത്. അമ്മ പറഞ്ഞു, അപ്പോൾ നീ എന്തിനാ പിന്നെ സ്കൂളിൽ പോകുന്നത് ഉപേക്ഷിക്കുന്നത്? അതുപോലെ തന്നെ കർത്താവ് നമ്മളെ മുറിവേൽപ്പിച്ചിട്ടില്ല. വ്യക്തികളാണ്, നമ്മൾ ആശ്രയിക്കാൻ പോയ ഈ ഭൂമിയിലെ വ്യക്തികളാണ് നമ്മളെ മുറിവേൽപ്പിച്ചത്. അതുകൊണ്ട് ഇന്ന് നമുക്ക് ഏറ്റ മുറിവിലൊരു പ്രത്യാശയുണ്ട്. യോബിൻ്റെ പുസ്തകം 14-ാം അധ്യായത്തിൽ വരുമ്പോൾ ആരും, ഇന്ന് എന്നെ കേൾക്കുന്ന എല്ലാ സഹോദരിമാരോടും പറഞ്ഞു, നിങ്ങൾ ഏത് വിധത്തിലായിരിക്കും, ചില പ്രവചനങ്ങൾ കാരണം നിങ്ങൾ മുറിവേറ്റതായിരിക്കാം, ചില പൈസ കൊടുത്ത് നിങ്ങൾ നഷ്ടപ്പെട്ട്, അനേക സഹോദരിമാർ, പേരോ വയസ്സോ ഒന്നും ഞാൻ പറയുന്നില്ല, എല്ലാം നഷ്ടപ്പെട്ടു ഇവർ കാരണം. ഒത്തിരി സംഭവങ്ങൾ നിങ്ങൾക്ക് പറയാനുണ്ട്. ആ ഏത് സംഭവം ആയിക്കോട്ടെ നിങ്ങളുടെ ഹൃദയത്തിൽ ഇപ്പോൾ പൊങ്ങി വരുന്നത്,
നിങ്ങൾ ആ മുറിവ് ഏൽക്കപ്പെട്ട സ്ഥലത്ത് ഇന്നലെ നമ്മൾ വായിക്കേണ്ടത് 13, 14 ആ അധ്യായത്തിൽ നിന്ന് പറയാണ്. 14 അധ്യായത്തിൻ്റെ 7 വാക്യം, ഒരു വൃക്ഷമായിരുന്നാൽ പ്രത്യാശയുണ്ട്, അതിനെ വെട്ടിയാൽ പിന്നെയും പൊട്ടിക്കിളർക്കും, അത് ഇളം കൊമ്പുകൾ വിടാതിരിക്കുകയില്ല, അതിൻ്റെ വേർ നിലത്തു പഴകിയാലും അതിൻ്റെ കുറ്റി മണ്ണിൽ കെട്ടുപോയാലും വെള്ളത്തിൻ്റെ ഗന്ധം കൊണ്ട് അത് കിളിർക്കും, അത് തൈ പോലെ തളിർവിടും. 14 അധ്യായത്തിൻ്റെ 7 വാക്യം, 14:7. അപ്പം ഒരു മരത്തിന് പ്രത്യാശയുണ്ടെങ്കിൽ അത് എത്ര അറ്റുപോയെങ്കിലും വെള്ളത്തിൻ്റെ ഗന്ധം തട്ടി, ഇതുപോലെ സഹോദരിമാരെ ഈ ദിവസങ്ങളിൽ പാസ്റ്റേഴ്സായി എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ ഭാരപ്പെടണ്ട. നിങ്ങളെ ചേർത്ത് പിടിക്കുവാൻ ദൈവം അനേകരെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ദൈവത്തിൻ്റെ പദ്ധതിക്കൊരു മാറ്റവും വന്നിട്ടില്ല. ഈ ചത്ത ശവങ്ങളുടെ അടുക്കലാണ് ഈ വൾച്ചർ പോകുന്നത്. പക്ഷേ ജീവനുള്ള കഴുകൻ പറന്നുകൊണ്ടേയിരിക്കും. ഈഗിൾ ലവ് സ്റ്റോംസ്. നീ ഒരു ഈഗിളാണ്. ദൈവസന്നിധിയിൽ ഇത്രയും ദിവസം നിന്നെ മുറിവേൽപ്പിച്ചത് നിന്നെ കാത്തിരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. കാരണം ദൈവത്തിൻ്റെ ഇഷ്ടം നിന്നെ അറിയിക്കുവാൻ വേണ്ടി. കാരണം നമ്മുടെ ആശ്രയം എവിടെയായിരുന്നു അവിടെ നമ്മളെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. ദൈവത്തിന് തെറ്റ് പറ്റിയിട്ടില്ല. നിന്റെ സ്വപ്നത്തിന് മുറിവേൽക്കപ്പെട്ടിരിക്കുക, പക്ഷേ ദൈവത്തിൻ്റെ നിന്നോടുള്ള പദ്ധതിക്ക് ഒരു തകർച്ചയും വന്നിട്ടില്ല. നിന്നെ കർത്താവ് ഒത്തിരി സ്നേഹിക്കുന്നു. നിന്റെ വിശ്വാസത്തിന് പ്രത്യാശയുണ്ട്. നമ്മളുടെ കഷ്ടത നമ്മൾ കാണുമ്പോൾ, നമ്മൾ അനുഭവിക്കുമ്പോൾ അതിലെല്ലാവർക്കും ജയിക്കാനുള്ള ശക്തി വിശ്വാസവും പ്രത്യാശയുമാണ്. ഈ കർത്താവിനോടുള്ള വിശ്വാസവും ഈ ദൈവത്തോടുള്ള പ്രത്യാശയും നമ്മുടെ ഉള്ളത്തിൽ വർദ്ധിക്കുമ്പോൾ നമുക്ക് ഇന്നേ ജയിക്കാൻ പറ്റും. കാരണം ഇവരെ അല്ലല്ലോ നമ്മൾ ആശ്രയിക്കേണ്ടത്. ആശ്രയിക്കുന്നവർ വഴിതെറ്റിക്കുമ്പോൾ ആശ്രയിക്കേണ്ടവനിലേക്ക് നോക്കാൻ വേണ്ടി. കാരണം ഇനിയുള്ള സമയം ലോകത്തിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏത് നിമിഷവും ഇൻ്റർനെറ്റ് കട്ടായി പോകുന്നൊരു കാലമാണ്. അപ്പം നമ്മൾ തനിയെ ഇരുന്ന് ചിലപ്പോൾ കമ്മ്യൂണിയൻ എടുക്കേണ്ടി വരും. നമ്മുടെ വീട്ടിലുള്ളവർക്ക് നമ്മൾ സ്നാനം കൊടുക്കേണ്ടി വരും. ഏത് സമയത്തും ചിലപ്പോൾ ബൈബിൾ പോലും നഷ്ടപ്പെടുന്ന ഒരു കാലം വരും. ബി കെയർഫുൾ. നമ്മൾ കർത്താവിനെ നോക്കുവാൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. കർത്താവ് പറയാണ്, ലോകത്തിൽ കഷ്ടമുണ്ട്, എങ്കിലും നിങ്ങൾ ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. നമ്മൾ അവനോട് പറ്റിയിരിക്കുമ്പോൾ അവൻ നമ്മെ വിടുവിക്കും. നമ്മൾ അവൻ്റെ നാമം അറിയണം. അപ്പോഴാണ് നമ്മളെ അവൻ ഉയർത്തുന്നത്. നമ്മൾ അവൻ്റെ നാമത്തെ അറിയുവാൻ, നമ്മൾ ഇവർ പറയുന്നതിനനുസരിച്ച് ആടി ഊടി നമ്മൾ ഇവരുടെ ഫോക്കസ് അനുസരിച്ച് പോകുമ്പോൾ ഈ സംഭവങ്ങളൊന്നും എനിക്ക് പറയാൻ പറ്റുന്നില്ല. അത്രമാത്രം എത്ര ഹീനമായ അവസ്ഥകളാണ്. ഇതൊന്നും മറ്റുള്ളവർക്ക് മനസ്സിലാകത്തു പോലുമില്ല. അതുപോലെയുള്ള മുറിവുകളാണ് ഈ ദിവസങ്ങളിൽ ദൈവദാസന്മാരിൽ നിന്നും പെൺകുട്ടികൾക്ക് പറ്റുന്നത്. ദൈവമക്കളെ, നിങ്ങൾക്ക് രക്ഷയെ തന്നത് കർത്താവാണ്. നിങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെടുത്തരുത്. നിങ്ങളുടെ പ്രത്യാശ ഉപേക്ഷിക്കരുത്. ദൈവം എന്നും നിങ്ങളുടെ കൂടെയുണ്ട്. നമ്മുടെ പ്രത്യാശ നമ്മളോട് പറയുന്നതാണ്, ഇന്നത്തെ മുറിവുകൾ അത് ദൈവത്തിൻ്റെ കയ്യിൽ കൊടുക്കുക. നിങ്ങൾ പ്രാകാരത്തിലിരിക്കുക, പ്രാർത്ഥിക്കുക. നിങ്ങളെപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ഈ വിഷയങ്ങൾ, നിങ്ങളുടെ മുറിവ് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വരും. സാരമില്ല, ആ മുറിവുകൾ നിങ്ങൾക്ക് നല്ലതായി. കാരണം കുറച്ച് സമയം ദൈവത്തോട് അടുത്തിരിക്കാൻ പറ്റി. നമ്മൾ പ്രാർത്ഥിക്കും തോറും ഒരു സമയമെത്തും, നിങ്ങളുടെ ആത്മാവും ദൈവത്തിൻ്റെ ആത്മാവും ചേർന്ന് പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥനയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഏത് നേരത്തും നിങ്ങൾ ദൈവത്തോട് ചേർന്ന് ആത്മാവിൽ പ്രാർത്ഥിക്കുവിൻ. ഹല്ലേലൂയ. ഗോഡ് ഹാസ് എ ഗ്രേറ്റ് പ്ലാൻ അബൌട്ട് യു. ഇവർ ലജ്ജിക്കും. കാരണം ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിനെതിരായി പോകുന്ന എല്ലാ ഉയർച്ചകളെയും യേശുക്രിസ്തുവിൻ്റെ അനുസരണത്തിനായി നമ്മൾ പിടിച്ചടക്കി കഴിയുമ്പോൾ പ്രതികാരത്തിനായി നമ്മൾ എഴുന്നേൽക്കും. കാരണം ഇനി ഇവർ ലജ്ജിക്കും. ഇന്ന് എൻ്റെ ജീവിതത്തിലും അത് തന്നെയാണ്. എന്നെ എത്രമാത്രം 50ഓളം പാസ്റ്റേഴ്സിൻ്റെ ഹിസ്റ്ററികളുണ്ട്. നമ്മൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ നമുക്ക് അതുപോലത്തെ മെസ്സേജ് വരും. അതുപോലത്തെ സിറ്റുവേഷനെ അവർ നമ്മളോട് പറയാൻ നോക്കും, കൊഞ്ചാൻ നോക്കും. പല രീതിയിലുള്ള എക്സ്പീരിയൻസുകൾ എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കിന്ന് പ്രാഗൽഭ്യത്തോടെ പറയാൻ പറ്റും, അവർക്കൊക്കെ ഇന്ന് ഭയമാണ്, ഞാനിനി അവരുടെ വല്ലതും പേര് പറയുമോ എന്ന്. ഹല്ലേലൂയ. നമ്മളെ പഠിപ്പിക്കുന്നതാണ് ഇന്ന്. അതുകൊണ്ട് എനിക്ക് അനേക സഹോദരിമാരെ എഴുന്നേൽപ്പിക്കാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ പിതാവിൻ്റെ അടുക്കിലേക്ക് വരിക, യേശുവിൻ്റെ അടുത്തേക്ക് വരിക, പിതാവിനെ ഒന്ന് നോക്കുക. 13-ാം അധ്യായത്തിൽ പറയുന്നു, വിശ്വാസം പിടിച്ചു നിൽക്കുക. 14-ാം അധ്യായത്തിൽ യോബിൻ്റെ പുസ്തകം പറയുന്നു, പ്രത്യാശ നിങ്ങൾ സ്വീകരിക്കുക. നിങ്ങൾ തളർന്നിരിക്കുവാനല്ല, നിങ്ങളുടെ ജീവിതത്തിൽ ഇനിയൊരു പൂക്കളുണ്ടാകും. വിശ്വസിക്കുക, ഇപ്പോൾ തന്നെ വിശ്വസിക്കുക. നിൻ്റെ ജീവിതത്തെ മധുരമാക്കുന്നൊരു ദൈവം. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. അപ്പോൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, വളർത്തേണ്ടവർ തളർത്തുമ്പോൾ
കർത്താവേ, എസെക്കിയേലിന്റെ പുസ്തകം 34 നീ ഞങ്ങളെ വാൺ ചെയ്തിട്ടുണ്ടല്ലോ. 2 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. ഇസ്രായേലിൻ്റെ ഇടയന്മാർക്ക് അയ്യോ കഷ്ടം, അവർ ആടുകളെയല്ല തങ്ങളെ തന്നെയാണ് പോറ്റുന്നത്. ഇടയന്മാർ സ്വന്തം ലാഭം നോക്കി ബലഹീനരെ അവർ ശക്തിപ്പെടുത്തിയില്ല, രോഗികളെ അവർ സൗഖ്യമാക്കിയതുമില്ല, അവരുടെ മുറിവുകളെ അവർ സൗഖ്യമാക്കിയതുമില്ല, മുറിവേറ്റവരെ അവർ എഴുന്നേൽപ്പിച്ചില്ല, കാണാതെ പോയവരെ അവർ അന്വേഷിച്ചില്ല. യെഹെസ്കേൽ 34:10 ഞാൻ ഇടയന്മാർക്ക് വിരോധമായിരിക്കുന്നു, ദൈവം പറയുന്നു. എൻ്റെ ആടുകളെ അവരുടെ കയ്യിൽ നിന്ന് ഞാൻ വിടുവിക്കും. ഇത് ദൈവം തൻ്റെ ജനത്തെ സംരക്ഷിക്കുമെന്ന് കർത്താവേ ഞങ്ങളെ ഉറപ്പിക്കുന്നതിനായി സ്തോത്രം. മുറിവേറ്റ എല്ലാ സഹോദരന്മാരെയും നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. മത്തായി സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിൽ ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നല്ലോ, കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുവിൻ, അവർ ആടുകളുടെ വേഷത്തിൽ നിങ്ങളുടെ അടുക്കൽ വന്ന് ഉള്ളിലോ അവർ കൊള്ളയിടുന്ന ചെന്നായ്ക്കളാകുന്നു. പുറമേ ആത്മീയതയുടെ രൂപം അവർ ഉണ്ടാക്കുന്നു, എന്നാൽ ഉള്ളിൽ അവരുടെ സ്വാർത്ഥതയും വഞ്ചനയും കൊണ്ട് സഭയെ അറുത്തുമുറിക്കുവാൻ വരുന്ന ഇവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പച്ച. ഇവരുടെ കയ്യിൽ പെട്ടുപോയ ജനത്തെ നീ വിടുവിക്കണമേ. യൂദായുടെ ലേഖനം എഴുതുമ്പോൾ രക്ഷയേക്കാൾ ഇമ്പോർട്ടൻ്റായി വിശ്വാസത്തിൽ വന്നവർ, മുറിവേറ്റവർ, അവർ പരാജിതരായിരിക്കുന്ന ഒരു സമയമാണ്. കർത്താവ് അടങ്ങിയിരിക്കുകയില്ല. തൻ്റെ പ്രാണപ്രിയൻ്റെ ജീവൻ, പ്രാണപ്രിയനെ ഞങ്ങൾക്ക് തന്നുവെങ്കിൽ ആ പ്രാണപ്രിയനെ സ്നേഹിച്ച മക്കൾ മനുഷ്യരാൽ വഞ്ചിക്കപ്പെടുവാൻ എൻ്റെ ദൈവം അനുവദിക്കുകയില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന പച്ചാ. ഹല്ലേലൂയ. യോഹന്നാൻ 10-ാം അധ്യായത്തിൻ്റെ 11-13 വാക്യങ്ങൾ പറയുന്നു, ഞാൻ നല്ല ഇടയനാകുന്നു, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ കൊടുക്കുന്നു. ഹല്ലേലൂയ. ആ ഇടയൻ ഒരു ആട്ടിൻകുട്ടിക്ക് അപകടം വന്നാൽ അവൻ ഓടിപ്പോകുകയില്ല. ഹല്ലേലൂയ, സ്തോത്രം. നല്ല ഇടയൻ ആടുകളെ 99 എണ്ണത്തിന് വെച്ചിട്ട് ഒന്നിനെ തേടിപ്പോകുന്ന നല്ല ഇടയന്മാർ ഈ ലോകത്തിൽ ഉണ്ടാകട്ടെ. എല്ലാ കറപ്റ്റഡായ ഇടയന്മാരുടെ മേലും ദൈവഭയം വ്യാപരിക്കട്ടെ. കർത്താവേ, ഈ രക്ഷയെ തടുക്കുന്ന ഈ ദൈവദാസന്മാരുടെ മേൽ ദൈവ ഭയമുണ്ടാകട്ടെ. ഹല്ലേലൂയ. കർത്താവേ, സ്തോത്രം. നല്ല ഇടയന്മാർ ആടുകൾക്ക് വേണ്ടി ജീവൻ കൊടുക്കുന്നു. ദ്രവ്യാഗ്രഹത്തിലും ഭൗതികത്തിലും ഫ്ലഷിന് വേണ്ടി ഓടുന്നവർ അപകടം വരുമ്പോൾ ഓടിപ്പോകുന്നു. അവർ കുഞ്ഞാടുകളെ അപകടത്തിലേക്ക് തള്ളിവിടുന്നവരാണല്ലോ. അവർ തന്നെ കഴിക്കുന്നു ആ ഭക്ഷണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. ഭക്ഷണം പോലെ അവർ കഴിക്കുവാൻ നോക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 20-ാം അധ്യായത്തിൻ്റെ 29-30 വാക്യങ്ങളിൽ ക്രൂരമായ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടന്നു വരും, അവർ ആട്ടിൻകൂട്ടത്തെ ആദരിക്കയില്ല. നിങ്ങളിൽ നിന്നു തന്നെ ചിലർ എഴുന്നേറ്റ് ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കൊണ്ടുപോകും. ദൈവാത്മാവ് നമ്മളോട് പറയുന്നു, കർത്താവേ, സ്തോത്രം. ശ്രദ്ധിക്കുക. യഥാർത്ഥമായ ഒരിടയൻ ജനത്തെ യേശുവിൻ്റെ പിന്നാലെ നടത്തും. കള്ളന്മാർ, ദ്രവ്യാഗ്രഹികൾ, വഞ്ചകന്മാർ, ദുഷ്ടാത്മാവ് വ്യാപരിക്കുന്നവർ, അവർ തൻ്റെ പിന്നാലെ അവർ വളർത്തും. അങ്ങനെയുള്ള ദൈവദാസന്മാർ, പ്രവാചകന്മാരെ ദൈവ ഭയത്തിലേക്ക് ദൈവം കൊണ്ടുവരുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. 2 പത്രോസ് 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ ഞങ്ങളുടെ ഇടയിലെ കള്ള ഉപദേശകന്മാരുണ്ടാകുമെന്ന് ഞങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നല്ലോ കർത്താവേ. അവർ ദ്രവ്യ ലോഭ നിമിത്തം വഞ്ചനാ വാക്കുകൾ നിങ്ങളെ ചൂഷണം ചെയ്യും. ഇവിടെ പത്രോസ് ഞങ്ങളോട് വ്യക്തമായി പറഞ്ഞുവല്ലോ, ചിലർ പണത്തിനായി ശുശ്രൂഷ ചെയ്യും, ചിലർ ജനത്തെ ഉപയോഗിക്കും, ചിലർ സത്യത്തെ വളച്ചൊടിക്കും. ഹല്ലേലൂയ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ഹല്ലേലൂയ. കർത്താവേ, യൂദായുടെ ലേഖനത്തിൽ 1-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ ഞങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നല്ലോ, ഇവർ നിങ്ങളുടെ സ്നേഹ വിരുന്നുകളിലെ പാറകളാകുന്നു, അവർ ഭയമില്ലാതെ തങ്ങളെ തന്നെ മേയ്ക്കുന്നു. ഹല്ലേലൂയ. കർത്താവേ, ഇത് എസെക്കിയേൽ 30 ആശയവുമായി ഞങ്ങൾ ഒത്തുനോക്കുമ്പോൾ എത്രമാത്രം ഞങ്ങൾ പ്രാർത്ഥനയിലായിരിക്കണം. ഈ ജനത്തെ വെടിവിക്കുവാൻ നിന്നോട് കരുണ തോന്നുവാനായി പ്രാർത്ഥിക്കുന്ന പച്ച. ഹല്ലേലൂയ. ഈ ജനത്തെ ആ സിംഹത്തിൻ്റെ വായിൽ നിന്ന് വിടുവിക്കുമാറാകണമേ കർത്താവേ. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ എഫെസസ് സഭയോട് യേശു കർത്താവ് പറയുന്നു, അപ്പോസ്തലന്മാർ എന്ന് പറയുന്നവരെ നീ പരീക്ഷിച്ച് അവർ കള്ളന്മാർ ആണെന്ന് നീ കണ്ടുപിടിച്ചു. ഹല്ലേലൂയ. ദൈവമക്കളെ, ഞങ്ങൾക്ക് കർത്താവേ നീ തരുന്ന വിശ്വാസത്തിനായി സ്തോത്രം.
ഞങ്ങൾക്ക് ജ്ഞാനത്തിനും വിവേകത്തിനുമായി സ്തോത്രം. എല്ലാവരെയും മനുഷ്യരെ അന്ധമായി വിശ്വസിക്കരുതെന്നും വചനപ്രകാരം പരിശോധിക്കണമെന്നും ഞങ്ങൾക്ക് തരുന്ന മുന്നറിയിപ്പിനായി സ്തോത്രം. കർത്താവേ, ഞങ്ങൾക്ക് തരുന്ന മുന്നറിയിപ്പിനായി സ്തോത്രം. അച്ഛാ, വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യത്തിൽ ഇസബേൽ എന്ന വ്യാജ ഉപദേഷ്ടാവിനെ കുറിച്ച് നീ ഞങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നല്ലോ. അത് ദൈവദാസന്മാരും ദാസികളും രണ്ടും ഇസബേലിയ സ്പിരിറ്റുകൾ വ്യാപരിക്കുമ്പോൾ, അന്ത്യകാലത്തിൽ സഭയെ മുടിപ്പിക്കുവാനായി ഇവർ എഴുന്നേൽക്കുമ്പോൾ ഇവരണിഞ്ഞിരിക്കുന്ന വസ്ത്രം അറിയാതെ പോകുന്നു. ആത്മീയമായി എഴുന്നേൽക്കാത്ത സഹോദരി സഹോദരന്മാർ, കർത്താവേ, അവരെ നീ നിന്റെ ആത്മാവിനാൽ നയിക്കണമേ കർത്താവേ. ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം കാത്തുകൊള്ളണമേ കർത്താവേ. ഹല്ലേലൂയ. വ്യാജ ഇടയന്മാർക്കായി പ്രാർത്ഥിക്കുന്നു. അവരുടെ കയ്യിൽ പെട്ടുപോയ ജനത്തെ വിടുവിക്കണമേ കർത്താവേ. ഹല്ലേലൂയ. കർത്താവേ, സ്തോത്രം. നിന്നെ സ്തുതിക്കുന്നു. നിന്നെ മുറുകെ പിടിക്കുവാൻ അവസാനം വരെ നീയാണ് ഞങ്ങളെ കൊണ്ടുപോകാൻ വരുന്നത്. ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഭവനത്തിനായി സ്തോത്രം. നീ യോഹന്നാൻ 14 പറഞ്ഞു, നിങ്ങളുടെ ഹൃദയങ്ങൾ കലങ്ങിപ്പോകരുതെന്ന് പറഞ്ഞ് ഞങ്ങളെ ആശ്വസിപ്പിച്ചതിനായി സ്തോത്രപ്പാ. കർത്താവേ, ഇടയന്മാരെ കറപ്റ്റഡ് ആകുന്ന ഇടയന്മാരെക്കാൾ ശ്രേഷ്ഠ ഇടയനായ യേശുവിനെ നോക്കുവാൻ ഈ ജനത്തിൻ്റെ ഹൃദയത്തിലിരിക്കുന്ന മുറിവുകൾ കരിഞ്ഞു പോകട്ടെ. കർത്താവായ നല്ല ഇടയനായ യേശുവിനെ നോക്കുവാൻ, ഹല്ലേലൂയ, മനുഷ്യരെക്കാൾ സ്വർഗസ്ഥനായ പിതാവിനെ ആശ്രയിക്കുവാൻ, പിതാവിൻ്റെ ഹൃദയത്തെ നോക്കുവാൻ, മുഖത്തേക്കല്ല ഹൃദയത്തെ നോക്കുവാൻ, ഈ ഭൂമിയിലായിരുന്ന യേശുവിനെ അല്ല, ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ നോക്കുവാൻ, ആ മുറിവുകൾ ക്രൂശിലേക്ക് നോക്കുവാൻ ഞങ്ങളെ സഹായിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അപ്പാ, നിന്നെ സ്തോത്രം ചെയ്യുന്നു. വ്യാജന്മാരുടെ കയ്യിൽ പെട്ടുപോയ സഹോദരങ്ങളെ ദിവസങ്ങളിൽ നീ റെസ്ക്യൂ ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. പിശാച് വന്നത് അറുപ്പാനും മുടിപ്പാനുമാണെന്ന് യോഹന്നാൻ 10:10 പറയുമ്പോൾ 11 പറയുന്നു, വ്യാജ ഇടയന്മാർ ഉണ്ടാകാം, പക്ഷേ നല്ല ഇടയൻ ഒരുവൻ മാത്രമാണ്, യേശു ക്രിസ്തു. അതുകൊണ്ട് മനുഷ്യരെ പിന്തുടരുത്, യേശുവിനെ പിന്തുടരുക. ഹല്ലേലൂയ. ഞങ്ങളെ കർത്താവെ നീ ഏൽപ്പിച്ച ഈ ശുശ്രൂഷയെ പൂർണ്ണമായി പ്രാഗൽഭ്യത്തോടുകൂടി ചെയ്യുവാൻ അനേക സഹോദരിമാർ പാസ്റ്റേഴ്സായി, ഇവാഞ്ചലിസ്റ്റുകളായി, അപ്പോസ്തലരായി എഴുന്നേൽക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. അത് അപ്രകാരം തന്നെ സംഭവിച്ചതിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. നീ കൺട്രോൾ ഏറ്റെടുത്തതിനായി സ്തോത്രം ചെയ്യുന്നു. മാനവും മഹത്വം എൻ്റെ യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. താങ്ക് യു ഫാദർ, താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. വി ടേക്ക് വിക്ടറി ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഗോഡ് ബ്ലെസ് യു ദൈവമക്കളെ. നെവർ ഗിവ് അപ്പ്. ഇങ്ങനെ മുറിവേറ്റ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഹല്ലേലൂയ, അവരെ നിങ്ങൾ ആശ്വസിപ്പിക്കുക. നമ്മളുടെ ജോലി ഈ സത്യം അറിയിക്കുക എന്നുള്ളതാണ്. റെസ്ക്യൂ ചെയ്യേണ്ടവരെ റെസ്ക്യൂ ദൈവം ചെയ്യും. അന്ത്യകാലത്തിൽ ഇതൊക്കെ സംഭവിക്കും. നെവർ ഗിവ് അപ്പ്. നിങ്ങൾ ഉണരുക, എഴുന്നേൽക്കുക, ആത്മാവിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക, ദൈവത്തോട് നിങ്ങളുടെ പ്രേമത്തെ ചേർത്ത് വയ്ക്കുക. ഹല്ലേലൂയ. നിങ്ങളുടെ തിരികൾ എപ്പോഴും കത്തിക്കൊണ്ടിരിക്കട്ടെ, ആ ദീപം കത്തിക്കൊണ്ടിരിക്കട്ടെ. നിങ്ങളുടെ ശരീരം യഹോവയുടെ മന്ദിരമാകുന്നു. അതിനെ മറക്കുന്ന ദേവദാസന്മാരെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അവർക്കറിയില്ല ഈ ശരീരം ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്ന മന്ദിരമാണെന്ന്. ഹല്ലേലൂയ. വേശ്യകളും സ്വർഗരാജ്യത്തിൽ കിടക്കും, പക്ഷേ ഇവർക്കത് അറിയത്തില്ല. അതുകൊണ്ട് നിങ്ങൾ പ്രാഗൽഭ്യത്തോടെ നിങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവിൽ ആശ്രയിക്കുക. നെവർ ഗിവ് അപ്പ്. അവൻ ആത്മാവിനാൽ നിൻ്റെ ഉള്ളത്തിലുണ്ട്. ഗോഡ് ബ്ലെസ് യു. നെവർ